ഇരിക്കണം തിരുമേനി. കുടിക്കാൻ എന്താ വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ചന്ദ്രയും വന്ദനയും ഒക്കെ അമ്പലത്തിൽ വരുമ്പോ പറയാറുണ്ട്. പിന്നെ ആൾക്കാര് പറഞ്ഞും വിശേഷങ്ങൾ അപ്പൊ അറിയണുണ്ട്. മാധവൻ നായരുടെ കുടുംബത്തോടുള്ള എന്റെ അടുപ്പം അറിയാലോ. അറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ തിരുമേനി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിളിച്ചറിയിച്ചത്. തിരുമേനി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വന്നത്. കോടീശ്വരനായ രാജീവിന്റെ വരവ് പോലെ മറ്റൊരു കോടീശ്വരനായ വിക്രമിന്റെ വരവ് ഈ കുടുംബത്തിന് അനർത്ഥമായി ഭവിക്കരുത്. അതിനുവേണ്ട ഒരു പരിഹാരക്രിയ ചെയ്യുന്നത് നന്നായിരിക്കും. ആ അഭിപ്രായം എനിക്കും ഉണ്ട് തിരുമേനി. എന്തു പരിഹാരക്രിയയും തിരുമേനിക്ക് നിർദ്ദേശിക്കാം. ഇനിയൊരു ദുരന്തം എന്റെ കുഞ്ഞുങ്ങൾ താങ്ങില്ല. ഒരു സർവ്വ ദുരിതക്ഷയ പൂജ നടത്തണം. കുറച്ച് പണച്ചെലവുള്ള കാര്യമാണ്. തിരുമേനിയുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ എത്ര ചെലവുള്ള പൂജയാണെങ്കിലും നടത്താം. നടത്തണമല്ലോ. എങ്കിലും നാളെ തന്നെ അതിന്റെ കാര്യങ്ങൾ തുടങ്ങാം. പൂജയ്ക്ക് മുന്നേ മാധവനും ചന്ദ്രികയും കുടുംബക്ഷേത്രം സന്ദർശിച്ച് പൂർവിക പ്രീതി വരുത്തണം. സർവ്വദുരിതക്ഷയ പൂജ കുടുംബത്തിൽ എല്ലാവർക്കും സർവ്വഗുണങ്ങളും പ്രദാനം ചെയ്യും. അതുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം പൂജയിൽ നിർബന്ധമായും പങ്കെടുക്കണം. മാധവ, നാളത്തെ പൂജയുടെ കാര്യം എല്ലാവരോടും മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കണം. ജോലിയുള്ളവര് ലീവ് എടുത്ത് പൂജയ്ക്കുണ്ടാവണം. ശരിയമ്മേ. ചന്ദ്രു, മക്കളെയും മരുമക്കളെയൊക്കെ നീ തന്നെ വിവരം അറിയിക്കുക. പൂജയിൽ പങ്കെടുക്കാതെ ആരും ചാടിപ്പോയി കളയരുതെന്ന് കർശനമായിട്ടും പറയണം. ശരി മാധവേട്ട. തിരുമേനി, വിക്രമിനെ കൂടി പൂജയ്ക്കൊന്ന് ക്ഷണിച്ചാലോ? അറിയിക്കണം. വിക്രം കൂടി പങ്കെടുത്ത പൂജ എല്ലാ അർത്ഥത്തിലും ഫലവത്തായി. എന്നാ ഞാൻ ഇറങ്ങാം. നാളെ കാണാം. തിരുമേനി, കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട. പൂജ കഴിയുന്നവരെ ജലപാനം പോലും ഞാൻ കഴിക്കില്ല. മാധവ, സർവ ദുരിതക്ഷയ പൂജ നടത്തിയ സകല പ്രശ്നങ്ങളും മാറുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഭഗവാനെ. പ്രകാശേട്ടാ, അറിഞ്ഞില്ലേ? നാളെ പൂജാരി ഇവിടെ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പൂജ നടത്താൻ പോകുന്നു. സർവ്വ ദുരിതക്ഷയ പൂജ. പൂജയിലെ എല്ലാ കുടുംബങ്ങളും പങ്കെടുക്കണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പൂജയിൽ പങ്കെടുക്കുന്നവരുടെ സർവ്വ ദുരിതങ്ങളും തീരുവത്ര. പ്രകാശേട്ടൻ നാളെ ലീവ് എടുക്കണം കേട്ടോ. ഈശ്വരാ, ഈ പൂജയിലൂടെ ഇയാളുടെ എച്ചിത്തരം കൂടി ഒന്ന് മാറിയാൽ മതിയായിരുന്നു. പൂജയോ? നിനക്കൊക്കെ വട്ട മുഴുവട്ട്. ഞാൻ ലീവ് എടുക്കുന്നുമില്ല, ഒരു പൂജയ്ക്കും പങ്കെടുക്കുന്നുമില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. എടി, ഇപ്പൊ തന്നെ വന്ദന എനിക്ക് തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് ഒതുക്കുന്നത് തന്നെ ഒരു തലപ്പെരിപ്പാ. ആ ബാധ്യതയുള്ളപ്പോ ഒരു പൂജാ ദുരിതം കൂടി എന്റെ തലയിൽ വെക്കാൻ എനിക്ക് വയ്യ. അതിന് പൂജയ്ക്ക് പണം ചെലവാക്കണമെന്ന് പ്രകാശേട്ടനോട് ആരും ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെട്ടാ പോലും ഒരു ചില്ലിക്കാശ് ഞാൻ ചെലവാക്കില്ല. ആ പൂജാരിക്ക് പണം തട്ടാനുള്ള തന്ത്രം ഇതൊക്കെ. പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കാൻ ഇതുപോലെ കുറെ അന്ധവിശ്വാസികളുണ്ടല്ലോ. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവനൊക്കെ ശരീരമനങ്ങി ജോലി ചെയ്ത് ജീവിച്ചൂടെന്നാ ഞാൻ ആലോചിക്കുന്നത്. പ്രകാശേട്ടാ, വേണ്ട. വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവദോഷം വരുത്തി വെക്കരുത്. നിനക്ക് ദൈവദോഷം വലുതാണെങ്കിലേ എനിക്ക് വലുത് സാമ്പത്തിക ദോഷ. അച്ഛന്റെയും അമ്മയുടെയും അന്ധവിശ്വാസത്തിന്റെ ചെലവ് അവര് തന്നെ വഹിക്കട്ടെ. ഞാൻ പൂജയ്ക്കുമില്ല, ഒരു യാഗത്തിനുമില്ല. ഇവിടെ ഒരു ജാതകദോഷക്കാരി ഉണ്ടല്ലോ, അവളെ കൂടെ കൂട്ടാൻ പറ. അങ്ങനെയെങ്കിലും ഒഴിയുമെങ്കിൽ അതങ്ങ് ഒഴിഞ്ഞു പോട്ടെ.
ഞാൻ പറയാൻ വന്നത് വന്ദനെ ഈ എല്ലാം മനസ്സിലായി ഏട്ടാ. എന്റെ കാര്യത്തിലുള്ള പ്രശ്നം കൊണ്ട് ആരും പൂജയിൽ പങ്കെടുക്കണമെന്നില്ല. വിശ്വാസങ്ങളെ ഉറപ്പിക്കുന്നത് അനുഭവങ്ങളാണ്. എനിക്കുണ്ടായ അനുഭവം എന്റെ വർഷയ്ക്കുണ്ടാവാൻ പാടില്ല. അത് ഓർത്തെങ്കിലും ഈ വീട്ടിലുള്ള എല്ലാവരും പൂജയിൽ പങ്കെടുത്ത കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട്. ഇനി പ്രകാശേട്ടൻ എനിക്ക് വേണ്ടി ലീവ് എടുത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാനായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാനായി തന്നെ പരിഹരിച്ചോളാം. ഞാൻ ആർക്കും ഒരു തലവേദനയാവില്ല. പാവം, ചങ്ക് തകർന്ന് അത് പോയത്. പരിസരം നോക്കാതെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു കൂവിക്കോളും. ഓ അങ്ങനെയെങ്കിലും അവളുടെ ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടൂലോ. നീ എന്തോന്നും പറയാത്തത്? പെട്ടെന്ന് ഇങ്ങനെ പൂജയാണ് പ്രാർത്ഥനയാണെന്നൊക്കെ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാ. എന്റെ ഓഫീസിൽ ഇപ്പൊ ഒരു സെക്ഷന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാ. ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പേ തന്നെ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എനിക്കത് അറിയാഞ്ഞിട്ടല്ല ഹരിതേ. കുടുംബത്തെ എല്ലാവരും സഹകരിക്കുമ്പോ നമ്മൾ മാത്രം മാറുന്ന സാഹചര്യം കൂടി നോക്കണ്ടേ മനോജ്? ലീവിന്റെ കാര്യമോ ഏറ്റവും ഇമ്പോർട്ടന്റ്. വീട്ടിലിപ്പോ ജഗന്റെ കല്യാണ ആലോചന നടക്കുക. ഒരു ദിവസം പോലും അങ്ങോട്ടെത്തി നോക്കാൻ പറ്റിയിട്ടില്ല. അന്നൊരു ദിവസം ഒന്ന് പോയി വന്നു. ജഗന്റെ ഒരേ ഒരു സഹോദരിയെ ഞാൻ, അത് മറക്കണ്ട. കുടുംബത്തിന്റെ മുഴുവൻ ദുരിത നിവാരണത്തിനല്ലേ പൂജ നടത്തുന്നത്. അതിൽ നിന്ന് ഒഴിവാകാനും പറ്റുന്നില്ല. പ്രത്യേകിച്ച് വന്ദനേച്ചിക്ക് ഇങ്ങനെ ഒരു ജാതകദോഷം കിടക്കുമ്പോ. മനോജ് ഇത് ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? ഈ കാലത്തും ജാതകവും പൂജയെന്നൊക്കെ പറഞ്ഞാലേ ആളുകളെ കളിയാക്കി ചിരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ വന്ദന രാജീവ് കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വർഷാവിക്രം കാലഘട്ടം. സർവ്വ സൗഭാഗ്യങ്ങളും ഉള്ളവനാ വിക്രം. അയാളുടെ ലോകത്ത് ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒരു സ്ഥാനവും ഇല്ല. ആ സ്ഥിതിക്ക് ഇവിടെ ഇങ്ങനെ എല്ലാരെയും വിളിച്ചു നിർത്തിയിട്ട് ഒരു പൂജ നടത്തേണ്ട ഒരു കാര്യവുമില്ല. സംഗതിയൊക്കെ നീ പറയുന്നത് സത്യവാ. പക്ഷേ ഒരു പക്ഷേയും ഇല്ല. ഞാൻ ലീവ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മനോജ് ചിന്തിക്കേ വേണ്ട. ഹരിതേ, പൂജ നടത്തുന്നത് കുടുംബത്തിൽ എല്ലാവർക്കും ദോഷം ഇല്ലാതാക്കാനാ. പ്രത്യേകിച്ച് വർഷയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ. പക്ഷെ അപ്പോഴും പൂജയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണമായിട്ട് പ്രകാശേട്ടൻ പറയുന്നത് എന്റെ പേരാ. ഞാനൊരു തലവേദനയാണത്ര. തലവേദന. അച്ഛമ്മേ, വർഷയുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള പൂജ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പോരെ? ഇതെന്തോ മോളെ നീയും ഇങ്ങനെ? എന്തിനെല്ലാരും കൂടി എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന? ഇവിടെ എല്ലാവർക്കും അവരവരുടെ സ്വന്തം കാര്യങ്ങളാ വലുത്. ക്ഷേത്രത്തിൽ വെച്ച് നടത്തി അതിൽ അച്ഛനും അമ്മയും വർഷവും മാത്രം പങ്കെടുത്താൽ മതി. ആരും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നീയും ഈ കുടുംബത്തെ രണ്ടായിട്ട് കാണാൻ തുടങ്ങിയോ? ഇല്ല അച്ഛമ്മ, ഈ കുടുംബത്തെ എന്നും ഒന്നായി കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രകാശേട്ടനും ഹരിതയും ഒക്കെ പൂജ നടത്തുന്നതിനോട് എതിർപ്പാ.
വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അവന്റെ മനസ്സ് മാറി ഞങ്ങൾ തീരുമാനിക്കുന്ന ബന്ധത്തിന് അവൻ സമ്മതിക്കണം. ആയിക്കോട്ടെ. കുടുംബ ഐശ്വര്യ പൂജ നടത്തുന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അത് നന്നായി. ദാമ്പത്യ പൂജയ്ക്ക് മുമ്പായി എല്ലാവരും ചേർന്ന് ആഗ്രഹ സഫലീകരണ പൂജയുണ്ട്. ഓ ഓ അർപ്പണം ചെയ്യുന്നത് പുഷ്പങ്ങളല്ല, ആഗ്രഹങ്ങളാണ്. എല്ലാവരെയും വിളിക്കുക. ആയിക്കോട്ടെ. സുമലതേ, സമയമായി, എല്ലാവരും വന്നോളൂ. എല്ലാവരും അവരവരുടെ മനസ്സിലുള്ള ആഗ്രഹം മറ്റൊരാൾ കേൾക്കാത്ത തരത്തിൽ മനസ്സുകൊണ്ട് മന്ത്രിച്ച് പ്രാർത്ഥിക്കുക. ദേവി, ഭഗവതി, വരദായിനി, എന്റെ മകൻ ജഗൻ വിവാഹത്തിന് സമ്മതിക്കണേ. ജഗന് നല്ല ബുദ്ധി തോന്നിക്കണേ ദേവി. അമ്മേ, എന്റെ പിടിവാശിക്ക് മുന്നിൽ ജഗൻ തോറ്റു തരണേ ഭഗവതി. ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെ തന്നെ അവൻ താലി കെട്ടണം. അമ്മേ മഹാമായി, ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനെ കെട്ടാൻ എല്ലാ വഴികളും തുറക്കണേ. ഊരും പേരും നാളും അറിയാത്ത അവൾ എൻ്റെ പെണ്ണായി തീരണേ. എന്റെ ഭർത്താവിനെ ഏവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരണം. എന്റെ ഭർത്താവിൽ എനിക്ക് അഭിമാനം തോന്നണേ ഭഗവതി. എല്ലാ പ്രാർത്ഥനകൾക്കും ഉദ്ദേശഫലം തന്നെ ഉണ്ടാകും. പിന്നെ പ്രധാന പൂജ കഴിയണതുവരെ എല്ലാവരും മത്സ്യമാംസാദികൾ വർദ്ധിക്കുക. ശുഭമസ്തു. ഹലോ അച്ഛാ. വിക്രം തിരക്കിലാണോ? അച്ഛൻ പറഞ്ഞോളൂ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഒരു ചെറിയ വിശേഷമുണ്ട്, അതറിയിക്കാനാ വിളിച്ചത്. എന്താ അച്ഛാ? വീട്ടില് ഒരു പൂജ നടത്തണമെന്നാണ് ഇടമന തിരുമേനിയുടെ അഭിപ്രായം. സർവ്വദുരിതക്ഷയ പൂജ. വളരെ പ്രധാനപ്പെട്ട പൂജയാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർവ്വദുരിതങ്ങളെയും ക്ഷയിപ്പിക്കുന്ന പൂജ എന്നാണ് പറഞ്ഞത്. നന്നായി, എങ്കിലത് തീർച്ചയായും നടത്തണം. വിവാഹകാര്യത്തിൽ വന്ദനയ്ക്കുണ്ടായ അത്യാഹിതം വർഷയുടെ കാര്യത്തിൽ സംഭവിക്കരുതല്ലോ. അതിനുള്ള പ്രതിവിധിയായിട്ടാണ് പൂജ നടത്തുന്നത്. എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിരിക്കുക. നല്ല തിരക്കിലാണെന്ന് എനിക്കറിയാം. സൗകര്യം ഒത്തു കിട്ടിയാൽ പൂജയിൽ പങ്കുചേർന്നാൽ നന്നായിരുന്നു. നല്ല കാര്യായി. ഇപ്പൊ ഞാനും ആ കുടുംബത്തിലൊരു അംഗമല്ലേ അച്ഛാ? ആ സ്ഥിതിക്ക് ഞാനും പങ്കെടുക്കണമെന്നല്ലേ തിരുമേനി പറഞ്ഞത്? ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഞാൻ വന്നിരിക്കും. മതി, സന്തോഷമായി. പിന്നെ നാളെ രാവിലെ 7 മണിക്കാണ് പൂജ. ശരി അച്ഛാ, അപ്പൊ നാളെ കാണാം. ശരി മോനെ, എന്നാ. അമ്മേ, ഭഗവതി, ഒരു വലിയ ദുരന്തം നടന്ന വീടായത്. ഇനി ഒരു ദുരന്തം കൂടി സഹിക്കാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ആവില്ല. ഇന്ന് നടക്കുന്ന ഈ പൂജയോടെ സർവ്വ ദുരിതങ്ങളും അകറ്റി അനുഗ്രഹിക്കണേ അമ്മേ.
എന്റെ അനുജത്തി വർഷയുടെ കല്യാണം യാതൊരു തടസ്സവും കൂടാതെ നടത്തണേ ഭഗവതി. പാവം അവള്. ഞാനൊരു പാപദോഷക്കാരിയാ. ജാതക ദോഷം കൊണ്ടാ എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ. ഇപ്പോൾ എനിക്കതിൽ സങ്കടമൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്റെ അനിയത്തിയുടെ കല്യാണം നല്ലതുപോലെ നടന്നു കാണണം. ഇനി എന്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അതെങ്കിലും നടത്തി തരാനുള്ള കാരുണ്യം ദേവി കാണിക്കണം. ധീമോളുടെ വളർത്തമ്മയായി ശേഷിച്ച ജീവിതം അവളെ സംരക്ഷിച്ചുകൊണ്ട് അവളുടെ കൂടെ ജീവിക്കണം എനിക്ക്. ദേവിക്കറിയാലോ. ഇല്ലേ അമ്മേ? മോളെ, തിരുമേനി വന്നിട്ടുണ്ട്. എന്റെ മോളുടെ സങ്കടത്തിനുള്ള പരിഹാരം തിരുമേനിയോട് തന്നെ ചോദിക്കാം. വേണ്ടമ്മേ, വളരെ പ്രധാനപ്പെട്ടൊരു പൂജ നടത്താനുള്ള തയ്യാറെടുപ്പിലാ തിരുമേനി. എന്നോ ഇരുളടഞ്ഞു പോയ ഈ ജന്മത്തെക്കുറിച്ച് പറഞ്ഞ് തിരുമേനിയുടെ മനസ്സ് കലക്കണ്ട. മോള് വാ. ചേച്ചി വരുന്നു. നമസ്കാരം. തിരുമേനി, വന്ദനയുടെ കാര്യത്തിനും കൂടി ഒരു പരിഹാരം പറഞ്ഞു തരണം. പരിഹാരം ഇല്ലാത്തതായി ഈ ലോകത്തൊന്നുമില്ല. ആരാരോടൊത്ത് ജീവിക്കണമെന്നുള്ളത് നിയോഗമാണ്. അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. ചിലപ്പോ വയറ്റി പറക്കാത്ത കുട്ടിക്ക് അമ്മയായെന്ന് തന്നെ വരാം. എല്ലാം അറിയാം. വന്ദനയുടെ ആഗ്രഹ സാഫല്യത്തിന് ചില വഴികൾ തുറന്നു വന്നിട്ടുണ്ട്. മുടങ്ങാതെ ക്ഷേത്രത്തിൽ വന്ന് അടിപ്രദക്ഷിണം നടത്തണം. വന്ദനയ്ക്കൊപ്പം വർഷയും അടിപ്രദക്ഷിണം നടത്തണം. ഈ സമയത്ത് രണ്ടുപേർക്ക് അത് ഗുണകരമായി ഭവിക്കും. നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ മരുമകനാകാൻ പോകുന്ന വിക്രം. മോനെ, ഇദ്ദേഹമാണ് ഇടമന ഇല്ലത്തെ നാരായണൻ നമ്പൂതിരി. ഓ, നമസ്കാരം. തിരുമേനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ താങ്കളെ കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ വി ഇന്റർനാഷണൽ കമ്പനിയുടെ MD കുറിച്ച് ആരാ അറിയാത്തത്? പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇവിടത്തെ ബന്ധുവാകാൻ പോകുന്നതിൽ അതിലേറെ സന്തോഷം.
സർവ്വ ഐശ്വര്യ പൂജയ്ക്ക് തുല്യമായ ദുരിതങ്ങളൊക്കെ നീക്കുന്ന ഒരു പൂജയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പൂജാകർമ്മം അധികമാരും അങ്ങനെ നടത്താറില്ല. ഒന്ന് സാമ്പത്തികം, രണ്ടാമത്തെ പ്രശ്നം ഈ പൂജ നടത്താനുള്ള റിസ്ക്. മന്ത്രങ്ങൾ 1800 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലണം. അത് മന്ത്രത്തിൽ ഒരു തെറ്റും വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. ആവർത്തിക്കുന്ന കണക്കും പിശകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ദുരിതക്ഷയ പൂജ ദുരിതവർദ്ധന പൂജയായി മാറിപ്പോകും.